खुशबू तेरा बदन, तू हाँ कर या ना कर, तू हाँ कर या ना कर, तू है मेरी किरण, तू है मेरी किरण। मेरे ख्वाबों की तस्वीर है तू, बेखबर मेरी तकदीर है तू, मेरे ख्वाबों की तस्वीर है तू, बेखबर मेरी तकदीर है तू, तू किसी और की हो न जाना, कुछ भी कर जाऊंगा मैं दीवाना, तू हाँ कर या ना कर, तू हाँ कर या ना कर, तू है मेरी किरण, तू है मेरी किरण। फासले और कम हो रहे हैं, दूर से पास हम हो रहे हैं, फासले और कम हो रहे हैं, दूर से पास हम हो रहे हैं, मांग लूंगा तुझे आसमां से, छीन लूंगा तुझे इस जहां से, तू हाँ कर या ना कर, तू हाँ कर या ना कर, तू है मेरी किरण, तू है मेरी किरण। जादू तेरी नजर, खुशबू तेरा बदन, तू हाँ कर या ना कर, तू हाँ कर या ना कर, तू है मेरी किरण, तू है मेरी किरण, तू है मेरी किरण, तू है मेरी किरण, तू है मेरी പാർവണ, ഓ അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു. പ്രസന്റേഷൻ, ഡാൻസ്, ഗ്രേസ്, പാട്ടെല്ലാം അടിപൊളി അല്ലേ? പിന്നെ എന്റെ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നു? ഞാൻ യോജിക്കുന്നു ഉറപ്പായിട്ടും. 100% ഞാൻ യോജിക്കുന്നു. യെസ്. അപ്പൊ നമുക്ക് ചോദിച്ചു നോക്കാം. എല്ലാവരും അവിടെ നിന്ന് ഡാൻസ് ആയിരുന്നു. ശരത് സാറൊക്കെ ഇങ്ങനെ എന്റെ കൈയൊക്കെ വേദന എടുത്തിട്ട് വയ്ക്കാം. ഞാൻ fed up. എനർജി ആയിരുന്നു. ഓക്കെ, ചോദിക്കാം. ചേച്ചി, പാർവണ, ഓ എന്റെ ഫേവററ്റ് ഹിറ്റ്സ് സോങ്സിലുള്ള ഒരു പാട്ടാണിത്. സൂപ്പറായിട്ട് പാടി. താങ്ക് യു മാം. കോറിയോഗ്രാഫി ആയാലും എല്ലാം മനോഹരായിരുന്നു. കോറസ് നല്ല എനർജി ഉണ്ടായിരുന്നു കേൾക്കാൻ. സൂപ്പർ. എൻജോയ് ചെയ്തോ? നിങ്ങൾ എൻജോയ് ചെയ്തോ? എന്തൊരു തരംഗം സൃഷ്ടിച്ച പാട്ട് അറിയോ ഇത്? ആ സമയത്ത് നമ്മുടെ പ്രിയങ്കരനായ ഷാറുഖ് ഖാൻ, അദ്ദേഹം വില്ലനായിട്ടായിരുന്നു ഈ പടത്തില്. അങ്ങനെ വന്ന ഒരു ഫിലിമാണ്. ഈ പാട്ടിന്റെ വരികളുണ്ടോ, ഞാൻ എന്തായാലും അവൾ എൻ്റെ ആയിരിക്കും, അതിൻ്റെ അകത്തൊരു ഞാൻ വിട്ടുകൊടുക്കില്ല, വേറെ ആരും വിട്ടുകൊടുക്കില്ല. ആ പടത്തിന്റെ മെയിൻ മീനിങ് തന്നെ ഈ പാട്ടിനകത്തുണ്ട്. അതൊരു ഒരു ഒരു വ്യഗ്രതയാണ്. ഞാൻ വേറെ ആർക്കും ഈ പെൺകുട്ടിയെ വിട്ടുകൊടുക്കില്ല. അതെ, അതായത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഞാൻ അത് എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് പറയില്ല. അപ്പം അത്തരത്തിലുള്ള ആ ഒരു വില്ലൻ കഥാപാത്രം ഒരു റൊമാൻറ്റിക് പാട്ട് പാടിയ ഒരു സംഭവമാണ്. ആ പടത്തിൻ്റെ ശരിക്കും മീനിങ് ഉണ്ട് ഈ പാട്ടിൽ. ലിറിക്കലി ആയാലും ഒരു പ്രശ്നമില്ല. ഡിക്ഷനൊക്കെ നന്നായിരുന്നു, ഹിന്ദിയൊക്കെ നന്നായിട്ട് പാടി. ബ്യൂട്ടിഫുൾ 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 ബ്യൂട്ടിഫുൾ. എനിക്ക് പറയാനില്ല. തൂ ഹൈ മേരി പാർവണ,
ഐ ലവ് യു. I love you too. താങ്ക് യു ചേച്ചി. ശരത് സർ. തകർത്തു മോളെ, Thank you, sir. ബ്യൂട്ടിഫുൾ. Thank നീ you, sir. ഉഗ്രായിട്ട് പാടി, അതുപോലെ എന്ത് രസമാണ് നീ ഡാൻസ് ചെയ്യുന്ന കാണാൻ. നല്ല സന്തോഷിച്ച് ചിരിച്ച് ആരും ഇല്ലാലും കുഴപ്പമില്ല. മോള് ചെയ്യുമ്പോൾ ഒരു 150 പേര് മക്കളുടെ ചുറ്റും ഉണ്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യും. കറക്റ്റ്. ഒരു വസന്തം വന്ന പോലാണ് മോള് ഡാൻസ് ചെയ്യുന്നത്. ഓ ഇത് രസമാണ്, ചുറ്റും പൂക്കളും കാറ്റും. ആഹാ. ആ മൊത്തത്തില് കിടക്കാച്ചി. Thank ഇത് you, sir. സൂപ്പർ ഡൂപ്പർ. എന്തൊരു ഇത്, ഈ പാട്ട് അവസാനം ഇത് ഗാനമേള കേട്ട ജനങ്ങൾ ഓടുമായിരുന്നു. ആ ലെവല് കാര്യം എല്ലാവരും എടുത്തിട്ട് പാടിയേ. അങ്ങനെ ഒരു ക്ഷീരബലയായ പാട്ടാണിത്. അപ്പം മോള് ഉഗ്രായിട്ട് പാടി. കുറെ Thank you, സന്തോഷം sir. ചക്രേ. Thank you, sir. ഐ ലവ് യു. I love you too. താങ്ക് യു സർ. താങ്ക് യു. എന്തുപറ്റി ശരത് സർ? ആ തിരിച്ചു കൊടുക്ക ഐ ലവ് യു ടു. ഞാൻ പറഞ്ഞു. ആ അപ്പൊ പിന്നെ നീങ്ങ് വാ, പ്രശ്നമില്ല. ഇങ്ങ് ഓടി വാ. അവിടെ ഇങ്ങോട്ട് പറഞ്ഞോടി. അങ്ങോട്ട് എനിക്ക് വാങ്ങി ഇതൊക്കെ ചെവിയിൽ നിന്ന് എടുക്കണത്. ഇതാവോ ബേട്ടി. खुशबू ഓടിപ്പോക്കോ. നീ ഈ ഏരിയയായി കണ്ടുപോകരുത്. പൊക്കോ. तेरी नजर. ഹാപ്പി ആയില്ലേ? Happy. സൂപ്പർ. മനോജേട്ടാ. ഇതിപ്പൊരു അപ്രീസിയേഷൻ എവിടെ കിട്ടും? അണ്ണാച്ചി ഒരു കെട്ടിപ്പിടിച്ച് ഉമ്മ പറയുന്നത് നിസ്സാര കാര്യമാണോ? അതെ. അതിന്റെ അപ്പുറത്ത് പിന്നെ വേറെ ആരും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ആസാദ്യായി Thank you, sir. കോറസ് ഒരു കോറസ് ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. ഓർക്കസ്ട്ര പറയേണ്ട ആവശ്യമില്ല. ഗ്രേറ്റ് ജോബ്. അങ്ങനെ ഈ പറഞ്ഞ പോലെ 93-ൽ ഞാനൊക്കെ സിനിമ വരുന്ന സമയമാണ്. അപ്പം നമുക്കൊരു മാതൃകയായിരുന്നു. ഈ ഷാരൂഖ് ഖാൻ എന്നൊരു ആക്ടർ വന്നിട്ടുണ്ട്. ഇദ്ദേഹം എല്ലാ ടൈപ്പ് കഥാപാത്രങ്ങളും എടുക്കുന്നു. അങ്ങനെ വേണം ഒരു ആക്ടർ. അല്ല വന്ന ഹീറോ ആയിട്ട് മാത്രമേ ചെയ്യുള്ളൂ. അങ്ങനെ ആവാൻ പാടില്ല. എല്ലാ വേഴ്സറ്റാലിറ്റി നമ്മൾ കാണിക്കണം. അപ്പം ഇദ്ദേഹം നല്ല ക്യാരക്ടേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ വില്ലൻ ക്യാരക്ടർ ചൂസ് ചെയ്യുന്നത്. അത് ഞങ്ങൾക്കിപ്പോഴുള്ള ആക്ടേഴ്സ് എന്നതിന് ഭയങ്കര മാതൃകയായിരുന്നു ഈ ഷാരൂഖ് ഖാൻ്റെ ആ ഒരു തീരുമാനം. പക്ഷെ പിന്നീട് അങ്ങോട്ട് അദ്ദേഹം അങ്ങനെ വില്ലനൊന്നും ചെയ്തിട്ടില്ല, അല്ലേ? ഇല്ല ഇല്ല. ചെയ്യേണ്ടി വന്നിട്ടില്ല. അദ്ദേഹത്തിന് വേറെ ലെവലിലേക്ക് ദൈവം കൊണ്ടുപോയി. അങ്ങനെ കിങ് ഖാനായിട്ട് നിൽക്കുകയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഹിറ്റ് സിനിമയാണിത്. അതിൽ ഈ പാട്ടെന്നുള്ള അണ്ണാച്ചി പറഞ്ഞാൽ ഈ പാട്ടില്ലാത്തൊരു ഗാനമേളയില്ല, ഒന്നുമില്ല. ഏത് കല്യാണ വീടുകളിലും അല്ലെ അമ്പലപ്പറമ്പിലും പള്ളിപ്പറമ്പിലും ഒക്കെ ഈ പാട്ടുണ്ട്. അത്രയധികം പോപ്പുലർ ആയിട്ടുള്ള സോങ് ആണ്. മോള് വീണ്ടും ഓർമ്മിപ്പിച്ചത്. അതിന് പ്രത്യേകം നന്ദി. Thank you, അത് sir. നല്ല രസമായിട്ട് ഇപ്പം നല്ല ഡാൻസ് ഒക്കെ ചെയ്ത് നല്ല ഭയങ്കര ഗ്രേസ്ഫുള്ളായിട്ട് ഡാൻസ് ചെയ്തു. നല്ല രസമായിട്ട് ലാസ്റ്റ് അവിടെ പോയി ഇരുന്നു. എല്ലാം അങ്ങനെ ആ ഒരു ഫിനിഷൊക്കെ വളരെ ഭംഗിയായിരുന്നു. നന്നായി ചെയ്തു കേട്ടോ. Thank you, sir. അസലായിട്ട് പാടി. താങ്ക് യു കൺഗ്രാറ്റ്സ്. sir. താങ്ക് യു. മനോജേട്ടാ. ഓക്കെ, അടിപൊളി കമന്റ്സ്. ഉമ്മ കിട്ടി. ഇനി മാർക്സ് വേണോ? ആണോ? ആണോ? ആ. ഓക്കെ ശരത് സർ. മോളെ ഞെട്ടിക്കുന്ന ഒരു മാർക്ക് വരട്ടെ. അയ്യോ. 9.5 മാർക്സ്. താങ്ക് യു സർ. ചേച്ചി. പാർവണ 9.6. Thank you, madam. സൂപ്പർ. താങ്ക് യു ചേച്ചി. മനോജേട്ടാ. മാർക്ക് പറയുന്നില്ല. ഞാൻ എത്ര തരുമെന്ന് മോൾക്ക് ഇപ്പോൾ ഒരു ഊഹം കാണും. 11 എഴുതി വെച്ചേക്കുന്ന കണ്ടി ഞാൻ. അത് തന്നെയുണ്ട് കേട്ടോ. Thank you, sir. സന്തോഷം. ഓക്കെ, അപ്പൊ ടോട്ടൽ 19.1. സൂപ്പർ. Thank you. ഇതില് പാറു ഒരു കാര്യം കൂടെ പറയാൻ മറന്നു. നമ്മുടെ സൂപ്പർ ഓർക്കസ്ട്രയിലെ സ്ട്രിംഗ് സെക്ഷൻസ് ഫാന്റാസ്റ്റിക് ആയിരുന്നു. അവർക്കൊരു വലിയൊരു കയ്യടി.